20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് 15 or 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് 45ഓളം വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവർ മാറി മറ്റൊരു ജനറേഷന് വേണ്ടിയാണ് ഈ സിനിമ. ജെൻസി 2K ജനറേഷന് വേണ്ടി ഈ സിനിമ 12-ാം തീയതി തിയേറ്ററുകളിൽ എത്തിക്കുകയാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള എൻ്റെ ഒരു அபேஷாണ്. ரொம்ப சந்தோஷமாக இருக்குது. என்னோடய படம் மலையாளத்தில் ஹிட்டானதுன்னு பெரிய விஷயம். அது ஒரு 20 இயர்ஸ்க்கு அப்புறம் மறுபடியும் ரீரிலீஸ் ஆகுது. இவ்வளோ வரவேற்பு இருக்குது. இவ்வளோ தூரம் இப்போ உள்ள ஜென்ரேஷன்லாம் அந்த ரீல்ஸ் பண்ணுறதுலாம் நான் ஹைதராபாத்லேருந்து பார்க்குறேன். ஸோ அப்பப்போ சார்கிட்ட ஃபோனில் பேசுவேன். அப்போது இந்த மாதிரி ரீரிலீஸ் பண்ணுறேன்னு சொன்னப்போ ரொம்ப எக்ஸைட்டட். சார் நான் வரேன் சார், நான் கொச்சின் வந்து நான் பார்க்கணும் சார் அப்படின்னு சொல்லி நான் வந்தேன். ஸோ ஐ எம் ஸோ எக்ஸைட்டட். எனக்கு ரொம்ப സന്തോഷமாக இருக்குது. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 20 വർഷം മുമ്പ് ഇങ്ങനൊരു സിനിമ കാതറിക്ക് അറിയാം. അന്ന് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് രാവിലെ തുടങ്ങി എങ്ങനെയെങ്കിലും ഇത് വൈകുന്നേരം തീർക്കണം എന്നുള്ളൊരു ഇതിലാണ് എപ്പോഴും തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യാറ്. കാരണം അന്ന് ഞാൻ വളരെ സജീവമായിട്ട് ഇവിടെ ഡബ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇവിടെ നിന്ന് ഒരുപാട് ദിവസം മാറി നിൽക്കാൻ പറ്റാറില്ല. കുറേ സീരിയൽസിൻ്റെയും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവാം സീരിയൽസിൻ്റെ. അപ്പോൾ രാവിലെ പറയും മിക്ക നമ്മൾ 9 മണിക്ക് തുടങ്ങുന്നു, 6 മണിക്ക് തീർക്കുന്നു. എനിക്കറിയാം ഈ അല്ലോറിജിന് വേണ്ടി ഒരു ദിവസം കൊണ്ട് ഡബിങ് തീർക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഓടിച്ച് പിടിച്ച് തീർത്തിട്ടുള്ള സിനിമകളാണ് പലതും. ഇപ്പോൾ ഹാപ്പിയിലൂടെയാണ് ഞാൻ ഹാപ്പി ആയിട്ട് ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ ഹാപ്പിയിലെ പാട്ടുകൾ അന്നത്തെ തലമുറ ഏറ്റെടുക്കുകയും ഇപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നത് ഇപ്പോഴും റീലുകളായിട്ടും മറ്റും ആ പാട്ടുകൾ ഒരുപാട് വൈറലായിട്ട് കാണാറുണ്ട്. ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. വീണ്ടും അല്ലോർജിൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നു പുഷ്പ 2 വരെ ഒരുപാട് സിനിമകൾക്ക് പാട്ടിടാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഹാപ്പിയ എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ അത് വീണ്ടും വരാൻ നേരത്ത് എല്ലാവരും ആ തലമുറയും ഇപ്പോഴത്തെ തലമുറയും വീണ്ടും അത് ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴാണ് റീസെന്റ് ഇതേപോലെ ആളുകൾ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്തത്. ആ കാലത്ത് കൂടുതൽ മലയാളത്തിന് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ആ സമയത്ത് ഒരു പ്രചോദനം ഉണ്ടായിരുന്നത്? ഇങ്ങനൊരു സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ, മലയാളത്തിൽ കൊണ്ടുവരണം എന്നൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ റീസൺ എന്തായിരുന്നു? പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന 2-3 കാരണങ്ങളെ. ഒരു കാരണം വന്നിട്ട് മലയാളത്തിലെ ഈ മാതിരി സിനിമകൾ ഒരു അന്യഭാഷാ ചിത്രമെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും മലയാളി ടേസ്റ്റിന് അനുകൂലമായ രീതിയിലുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. അതൊരു പ്രധാന ഘടകമാണ്. ആര്യയാണെങ്കിലും ഹാപ്പി ആണെങ്കിലും മലയാളികളുടെ ടേസ്റ്റ് വ്യക്തമായിട്ട് ഒരു മിനിമം പെർസെൻറ്റേജ് എനിക്ക് അറിയാമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതിലൂടെയാണ് ഞാൻ ഈ ചിത്രങ്ങളെ കണ്ടത്. അല്ലു അർജുനെ പോലെ ഒരാളെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രചോദനമായി. ഇങ്ങനെ ചെയ്താൽ എന്തുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്ഷനുള്ള ഡബിങ്, നല്ല സോങ്ങുകളുടെ ലിറിക്സ്, നല്ല പശ്ചാത്തല സംഗീതത്തിന് നല്ല രീതിയിൽ DTS ചെയ്ത് ക്വാളിറ്റിയിൽ സിനിമ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അത് നമ്മൾ അന്ന് വരെ ദർശിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഡബിങ് സിനിമകളെന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ഗ്ലാമറസ് സീനുകളോ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഫൈറ്റുകളും മറ്റുമൊക്കെ ചേരുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിംപിൾസിറ്റിയുള്ള മലയാള സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മലയാള സിനിമകളുടെ സാദൃശ്യമുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം, ആ പെർഫെക്ഷനോടുകൂടി കൊടുക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രണയമായി ആര്യ എന്നുള്ള ചിത്രങ്ങൾ രൂപം കൊള്ളുന്നത്. അല്ലു അർജുനായിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന താങ്കളുടെ വോയിസിന്റെ ബലം കൊണ്ട് അല്ല ഒരു എന്താ അത്രത്തോളം റിലേറ്റബിൾ ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്ന് ലാസ്റ്റ് ആകുന്ന സിനിമ വരെ അല്ലു അർജുന്റെ ശബ്ദമായിട്ട് കൊടുക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അത് എത്രത്തോളം പ്രൗഡി ആയിട്ട് ചെയ്യുന്ന ഒരു മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് അന്യഭാഷ ചിത്രത്തെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി എന്ന ലെവലിൽ ഫീലിംഗ് ഉണ്ടല്ലോ. അല്ല, അതിന് ആദ്യം കാതറിക്കോടാണ് ശബ്ദത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയും കണ്ണടച്ച് കേട്ടാൽ അല്ലു അർജുൻ സംസാരിക്കുന്നതാണ്. അതിപ്പോഴും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയത് 20 വർഷമായി. പക്ഷെ 10 വർഷത്തോളമായി ഞാൻ ഈ ഡയലോഗ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ കാരണം കാതറിക്കയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു താരത്തെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, താരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ വോയിസ് വേണം. അപ്പൊ എന്റെ വോയിസ് കേൾക്കുന്നത് ഞാനന്ന് മണിക്കൂട്ടിന് വേണ്ടി ഡബ് ചെയ്യുന്നുണ്ട്, കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സീരിയലിന് വേണ്ടി.
ആ വോയിസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഭയങ്കര രസമായിട്ട് തെറിച്ചിരിക്കുന്ന ശബ്ദം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത്, ഹാപ്പി അല്ല അന്ന് ആര്യ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, നമുക്ക് അതിനൊന്നും ഇങ്ങനെ ഡബിങ് സിനിമ ഭയങ്കര ഹിറ്റായിട്ട് പോകുന്ന ഒരു പ്രോട്ടോകോൾ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഓക്കെ ഇതൊക്കെ ഇങ്ങനെ ആവും എന്നുള്ളൊരു ഇതിലാണ്, അങ്കലാപ്പിലാണ്. പക്ഷെ അത് ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്തു. ഇവിടെ കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് അത്ര 100 ദിവസം കളിച്ചു. പിന്നെ ഹാപ്പി ആയപ്പോഴത്തേക്ക് ആൾക്കാർ അല്ലുവിന്റെ പടത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. സന്തോഷമുണ്ട് നമ്മുടെ ശബ്ദത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നു. ഇത്രയും ആ താരം നമ്മുടെ കൺമുമ്പിലൂടെ ഞാൻ ഓർക്കുന്നുണ്ട്. ഹാപ്പിയുടെ ഒക്കെ സമയത്ത് അല്ലുവിന്റെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പത്രത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ ചോക്ലേറ്റ് എന്നാണ് പുള്ളി മറുപടി പറയുന്നത്. ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവ് ഇന്ന് പുഷ്പ പോലത്തെ വലിയ ഓൾ ഇന്ത്യ ബോക്സ് ഓഫീസുകൾ തകർക്കുന്ന സിനിമകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൺമുമ്പിലൂടെയാണ് വളർച്ച. ഇതിന്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചത് ഉറപ്പായിട്ടും എന്റെ ശബ്ദത്തിനേക്കാൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടുവന്ന ഓരോ നിർമ്മാതാക്കൾക്കും അതിന്റെ അംഗീകാരം കൊടുക്കണം. ഒപ്പം ഇന്നിവിടെ ഇല്ലാത്ത അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ കുറിച്ച് പറയാനിരിക്കുന്ന സതീഷ് മുതുകുളം എന്ന് പറയുന്നത് അദ്ദേഹമാണ് സംഭാഷണങ്ങൾ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു സ്വാഭാവികതയുണ്ട്. ടിപ്പിക്കൽ ഡബിംഗ് പടം അല്ലാത്ത ഒരു സ്വാഭാവികത, ഒരു കൊമേഴ്ഷ്യൽ റൈറ്റിംഗ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിന്റെയും കൂടെ കഴിവാണ് അല്ലു അർജുനായത്. ഈ പാട്ടുകൾ ശരിക്കും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എസെൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു, അതൊട്ടും പോയിട്ടില്ല. അത് ശരിക്കും അന്ന് ഭയങ്കര വെല്ലുവിളിയായിരുന്നില്ല, കാരണം കുറെ അധികം സാങ്കേതിക വിദ്യകൾ കുറവുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത് തിരിച്ച് ഡബ് റീറൈറ്റ് ചെയ്തെടുക്കണേ. അപ്പം അതെങ്ങനെയായിരുന്നു ശരിക്കും ആ പ്രോസസ് ഇപ്പോൾ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ? ഹാപ്പി എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതില് ഞാൻ ആദ്യമായിട്ട് ഒരു ഡബിങ് സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത് ഈ ഹാപ്പിയിലെ ഹാപ്പി അടിപൊളി ലുക്കായ ഹാപ്പി ആ ഒരു പാട്ടിൽ തുടങ്ങുന്നത്. അവർക്ക് തന്നെ ആ ഒരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്യാത്തൊരു ജോലിയാണ്. ഞാൻ അതിന് മുമ്പ് ഒരു ചെറിയ ആൽബം സോങ്ങുകളൊക്കെ എഴുതി പോയിരുന്ന സമയത്താണ് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡബിങ് സോങ്ങില് നമ്മൾ സാധാരണ മലയാളം സിനിമയിൽ എഴുതുന്ന പോലെയല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ട്യൂണിനപ്പുറം ഈ കഥാപാത്രം ചുണ്ടനക്കുന്ന അനുസരിച്ചിട്ട് വാക്കുകൾ കണ്ടെത്തിയിരുന്നു. ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. അപ്പൊ ഇതിനൊപ്പം തന്നെ ഈ ആശയം ഉണ്ടാകണം, അപ്പൊ മലയാളത്തോട് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ഒത്തിരി വെല്ലുവിളി. അത് കറക്റ്റ് മീറ്ററിൽ ചെന്ന് വീടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ശ്രമകരം ആര്യ വെച്ച് ഹാപ്പിയിലേക്ക് എത്തുമ്പോ? കുറച്ചുകൂടി ഡ്രാമ കൂടുതലാണ് വോയിസ് ആക്ടർ. അപ്പൊ എന്തായിരുന്നു ഏറ്റവും ശ്രമകരമായിട്ടുള്ളത്? ഈ ഹാപ്പിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇദ്ദേഹത്തിന് ഒരു ഓഡിയൻസ് ഉണ്ടെന്നുള്ളതും ഈ സിനിമ കുറെ കൂടെ ആൾക്കാർ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് കലാസൃഷ്ടിയാണെങ്കിലും ഒരു ഓഡിയൻസ് അത് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി ചെയ്യും. ഭയങ്കര സന്തോഷത്തോടെ എത്ര ടേക്ക് പോയാലും പ്രശ്നമില്ല. ആര്യ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. കാരണം ഇത് പെർഫെക്ഷനിസ്റ്റാ ഭയങ്കര. എത്ര ടേക്ക് പോയാലും പുള്ളിക്ക് ഓക്കെ ആവുമ്പോഴാണ് ഇവിടെ തീർക്കാൻ പെടുമല്ലോ. പക്ഷെ നമ്മള് ഹാപ്പി ഡബിങ് എന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് സെറ്റായി. ഓക്കെ എന്ത് പറയുന്നു, അത് അത്രയും ടേക്സ് പോയാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ഓർഡറിലല്ല ഡബ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഓർഡറില്ല. ഇന്റർവെൽ ഇപ്പോഴും അതെ. പുഷ്പയാണെങ്കിൽ ഇപ്പൊ പുഷ്പയൊക്കെ ഫസ്റ്റ് ഹാഫ് ആദ്യം വരും, സെക്കൻഡ് ഹാഫ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, ഒരുമിച്ച് സിനിമ വന്നിരുന്ന ഈ കാലത്ത് സെക്കൻഡ് ഹാഫ് മുതലാണ് ഞാൻ ഡബ് ചെയ്യാറ്, തിരിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് വരും. അങ്ങനെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഓർഡറിലാണ്. അപ്പൊ ഇത് പല സീനും വരെ തിയേറ്ററിൽ കാണുമ്പോൾ വർക്കൗട്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അന്ന് അനുഭവിച്ച ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, തന്റേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കുന്ന ഒരു സ്റ്റാർ, അത് എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് ആ സമയത്ത് 2006-2007 കാലഘട്ടം? ഞാൻ പറയുന്നത് ആരുടെ സ്റ്റാർഡത്തെ കുറിച്ച്, അല്ലുവിന്റെ 2007 എന്റെ വോയിസ് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ 2004 സാർ തുടങ്ങുന്നത്. അപ്പൊ ഒരു 5 വർഷം ഒരു പോയിന്റ് എത്തിയപ്പോ ഈ സൂര്യ ടിവിയിലും ഏഷ്യനെറ്റിലും കൈരളിയിലും എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ചാനലിൽ ഇത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ വന്നാണ് ഇത് പെട്ടെന്ന് നമ്മുടെ വോയിസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്. നായകനെ ഡബ് ചെയ്യാൻ, നിഷാനെ ഡബ് ചെയ്യാനായിട്ട്. അങ്ങനെ തൃശ്ശൂർ ചേർന്ന സ്റ്റുഡിയോയിൽ മൊത്തം ഡബ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്തപ്പോഴാണ് സിബിസാറെ കയറി വരുന്നത്. അതൊരു അസോസിയേറ്റ് ഡബ് ചെയ്തു. സിബിസാറ് കയറി വരുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു. സിബിസാറ് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഹീറോ സിബിസാറിന്റെ പടത്തിൽ ഹീറോയുടെ ഡബ് ചെയ്യുന്നു പറയുന്നത്. സിബിസാറ് അപ്പുറത്തേക്ക് വിളിച്ചിട്ട് വളരെ ഭവ്യതയോടുകൂടി ഭയങ്കര വിഷമത്തോടുകൂടി തോന്നുന്നു,
ഇത് മറ്റേ അല്ലു അർജുന്റെ ശബ്ദം. അയ്യോ അങ്ങനെയാണെങ്കിൽ നായകന് പറ്റില്ല. അപ്പോ മറ്റേ നമ്മള് മറ്റേ ദൈവമേ ഞാൻ പോപ്പുലറായി. അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റാർട്ടപ്പ് എനിക്ക് ഇടുത്തിയായിട്ടാണ് കിട്ടിയത്. ഞാനിപ്പോഴും ആലോചിക്കും ഡബിങ് മാത്രമാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നെങ്കിൽ എന്തെന്ന് കട്ടപ്പുറത്തേക്ക് ഇവര് വണ്ടി കഴിഞ്ഞാൽ മാറിയത്. വർഷത്തിലൊരു പടം, ഒറ്റ പടം അങ്ങനെ. പക്ഷെ സന്തോഷമുള്ളൂ ഇപ്പൊ എല്ലാം കൊണ്ട് ആലോചിക്കുമ്പോ സന്തോഷം. ഇപ്പൊ നമ്മളൊരു ഞാൻ ഇതിനു മുമ്പ് ആരോടോ ഞാൻ പറഞ്ഞത്, അതായത് ഒരു വീടിനൊരു അസ്ഥിവാരം എടുത്തു, അല്ലെങ്കിൽ ഒരു 10 നില അല്ലെങ്കിൽ ഒരു 50 നില വീട് പണിയുന്നു, വീടല്ല ഒരു ബിൽഡിംഗ് പണിയുന്നു. അപ്പൊ അതിനൊരു അസ്ഥിവാരം ഉണ്ടാവും. അസ്ഥിവാരം ഇടുമ്പോൾ എന്താ, ഒരു 50 നില അല്ലെങ്കിൽ 101 നിലയുടെ അസ്ഥിവാരമാണ് ഇടുന്നത്. അപ്പൊ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രോങ് പില്ലർ ഇടും. നമ്മൾ കുറച്ച് അതിനുശേഷമാണ് മതിൽ കെട്ടുകയും വേർതിരിച്ചെടുക്കുകയും അതിൻ്റെ ഉയരം കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പില്ലർ സ്ട്രെങ്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും, അതിനൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇപ്പൊ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അല്ലു അർജുൻ കേരളത്തില് ഇപ്പം തെലുങ്കിൽ ഹിറ്റാവുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു ബാക്ക് ബോൺ കിട്ടി. നമ്മുടെ തന്നെ നട്ടെല്ലാണല്ലോ നമ്മുടെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ബാക്ക് ബോൺ മുകർന്ന് നിൽക്കാനും കൊഴിഞ്ഞ് തരാനും ഒക്കെ നമുക്ക് പറ്റുന്ന എന്താണ് ബാക്ക് ബോൺ ഉള്ളത്. അതുപോലെ ഒരു ബാക്ക് ബോൺ അല്ലു അർജുൻ കിട്ടി. മറ്റുള്ള നടന്മാർക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് പ്രഭാസിനാണെങ്കിലും രാംചരനാണെങ്കിലും കേരളത്തിലെ ഒരു സ്ഥായിയായ ഇപ്പൊ പ്രഭാസൻ രാംചരന്റെ പടം വന്നു നല്ല രീതിയിൽ അതിനെ വേണ്ട തരത്തില് യൂട്ടിലൈസ് ചെയ്യാൻ അതിന് ഇപ്പം ആരാണ് ഇപ്പൊ ഞാൻ ജസ്മോൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു ബൂം ചെയ്ത് അദ്ദേഹം ഇന്ന ആളാണ്. അപ്പൊ സാറിനെ പരിചയപ്പെടുത്തുന്നതിന് ഞാനൊരു വ്യക്തമായിട്ട് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെസ്പെക്ട് തോന്നും അദ്ദേഹത്തോട്. ആ റെസ്പെക്ട് കൊടുക്കാൻ പരിചയപ്പെടുത്താൻ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു രൂപത്തിലായി അത് വന്നതിന്റെ പേരിലാണ്. അത് വരും. ഭാവിയിൽ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തേണ്ട അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അല്ലു അർജുന് ഗോഡ് ഗ്രേസ് അതൊരു നിമിത്തമായി ഞാൻ എന്ന് മാത്രം ആവശ്യപ്പെടാം. சார் நீங்க இந்த 90s மலையாள படத்தோட பெரிய ஃபேன் கேள்விப்பட்டிருக்கேன். இப்போ அந்த படங்கள் பிரியதர்ஷன் சார் படங்கள், ஃபாசில் சார் படங்கள் எல்லாம் பார்த்தா அந்த ஒரு தாக்கம் இருக்கு. அது ஒரு சீன் கன்ஸ்ட்ரக்ஷனுக்கு எல்லாம் எவ்வளவு ஹெல்ப் ஆகும்? ரொம்ப 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 வருஷம் 16 படம், கில்கம், சித்திரம் இதெல்லாம் வந்து எத்தனை தடவை பார்த்துருக்கேன்னு எனக்கே தெரியாது. ரொம்ப லவ் எனக்கு மலையாள ஃபிலிம்ஸ் எல்லாம் ரொம்ப லவ். சஃபைட் தட் லவ் ரொம்ப கிரேஸாக வெயிட் பண்ணிகிட்டே இருப்போம். எப்போ என்னென்ன படம் வருதுங்கிறதுல ரொம்ப இன்ட்ரெஸ்ட்டு. பர்டிகுலராக எனக்கு ரொம்ப நல்ல ஞாபகம் இருக்கிறது கிலுக்கம், சித்திரம் ரெண்டும் ரொம்ப தடவை பார்த்துருக்கோம். ஃபஸ்ட் அண்ட் டேரக்டராக இருக்கிறப்போ ஃபாசில் சார் படம் வந்து எல்லா படமும் பார்த்தேன். ஃபாசில் சார் தான் எனக்கு தெலுங்கில் கே விஸ்வநாத் சார், ஃபாசில் சார், பாரதிராஜ் சார், பாகிராஜ் சார் இவங்களாம் எனக்கு வந்து குரு மாதிரி. அவங்களோட ஃபிலிம்ஸும் நான் நிறைய கற்றுக்கிட்டேன். അത് അല്ലു അർജുന്റെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അല്ലു അർജുന്റെ ഒരു വന്നത് നിമിത്തമെന്ന് ഞാൻ പറഞ്ഞു. അത് നിമിത്തം എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാണ് മികച്ചത് അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് അവകാശപ്പെടാൻ ഒന്നും തയ്യാറില്ല. പക്ഷെ ഡബിങ് സിനിമകൾ ഞാൻ അവകാശപ്പെടാം. ക്വാളിറ്റിയുള്ള സിനിമ ഞാനാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം അതിന് വേറെ ആൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കണ്ട കാഴ്ചപ്പാടിലല്ലേ ഞാൻ കണ്ടത്. സിനിമകളുടെ ക്വാളിറ്റി, സിനിമകളുടെ സെലക്ഷൻ, സിനിമകളുടെ ഇപ്പം കൊത്തബംഗാര ലോകത്തിന്റെ വേറൊരു പേരുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ലോകം. ആ സിനിമ മുന്നേ കമ്മിറ്റ് ചെയ്തതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്യുന്നതാണ്. ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അതൊക്കെ എൻ്റെ ഒരു വീക്ഷണമാണ്. അതിൽ ആർട്ടിസ്റ്റ് ഇല്ല, അതിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടികൾ പോലും ഇല്ല. അന്ന് ആ കുട്ടി പെൺകുട്ടി തമന്നല്ല, അത് ഹാപ്പി ഡേയ്സിലാണ്. അത് അന്ന് തമന്ന ജസ്റ്റ് ലോഞ്ച് തമന്ന നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. തമന്ന ശേഖർ കമല പോലും ഇല്ല. ശേഖർ കമല ഇസ് ദ സെക്കൻഡ് ഫിലിം. ഒരു ഫിലിമേ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നീ ഇത് കാണണം. എൻ്റെ ഒരു സുഹൃത്ത് പറയണം നീ കാണണം. ഞാൻ പറയാം ഒരു ഓക്കെ. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോങ് പോലും റിലീസ് ചെയ്തിട്ടില്ല. ബിഫോർ സിനിമ കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഡബിങ്ങും റീമേക്ക് റൈറ്റ്സും മരിച്ചു. ഹാപ്പി ഡേയ്സില്ല. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വീക്ഷണം, അത് ചിലപ്പോൾ ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബദ്രിനാഥ് തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈമൾട്ടേനിയസ് ഡബ് ചെയ്ത് ഒരു സിനിമ റിലീസ് ചെയ്തത് ബദ്രിനാഥ്.
സെയിം ഡേ ഒരേ സ്റ്റുഡിയോ ഒരേ സ്റ്റുഡിയോയില് സെയിം ഡേ റിലീസ് ചെയ്തു ബദ്രീനാഥ്. ഒരേ സ്റ്റുഡിയോയിൽ അല്ലു അർജുൻ ഡബ് ചെയ്യുന്നു, ജസ്റ്റ് ഡബ് ചെയ്യുന്നു. ഒരേ സ്റ്റുഡിയോ ഹൈദരാബാദിലുണ്ട്.